ഉണ്ടാവും. കായിക രംഗത്ത് നമ്മൾ നല്ല അവസരങ്ങൾ കൊടുക്കണം. ഞങ്ങൾ ഈ വിഷയവും ആ മീറ്റിങ്ങിൽ ചർച്ച ചെയ്തിരുന്നു. അതായത് ഗ്രൗണ്ടുകളില്ലാത്ത സ്കൂളുകളൊക്കെ ഒന്ന് എണ്ണമെടുത്ത് അവിടെയൊക്കെ നമ്മുടെ ഫണ്ട് കൊണ്ട് തന്നെ പിന്നെ സ്കൂളുകൾക്ക് പ്ലേ ഗ്രൗണ്ട് നിർബന്ധമാക്കാനൊക്കെ ഉള്ളൊരു സംവിധാനം. ഇപ്പോൾ സർക്കാർ സ്കൂളിലൊക്കെ അത് നിർബന്ധമാക്കുക, എയ്ഡഡ് സ്കൂളിലും ആ രീതിയിൽ അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഉണ്ടാവും. ഈ മന്ത്രി വി ശിവൻകുട്ടിയെ കുട്ടികളൊക്കെ സ്നേഹപൂർവ്വം മന്ത്രി അപ്പൂപ്പാന്നൊക്കെ വിളിച്ചു. അത് മൂപ്പര് ഒരു പരിധിവരെ ആസ്വദിക്കുകയും ചെയ്തു. ഈ ഇനി പുതിയ മിനിസ്റ്റർ വന്നപ്പം മിനിസ്റ്റർ ബ്രോന്നോ ഒക്കെ വിളിച്ചു തുടങ്ങിയിട്ട് ഓരോ കമൻറ്റുകളും ഞാനും കണ്ടു. അതിപ്പോൾ നമ്മളായിട്ട് പറയേണ്ടതല്ലോ, കുട്ടികളുടെ കയ്യിൽ നിന്ന് വരേണ്ടതാണ്. ഏതായാലും നമ്മുടെ കുട്ടികളോട് ഒരു ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡാണ് ഇപ്പോൾ പൊതുവെ നമ്മളുള്ളത്. പഴയ കാലത്ത് നമ്മൾ പഠിച്ചിരുന്ന കാലത്തെ അധ്യാപകൻ്റെ ചിത്രമല്ലല്ലോ ഇന്ന് മുമ്പിലുള്ളത്. ഒന്ന് കയ്യിൽ വടിയുമായിട്ടാണ് അധ്യാപകൻ നിൽക്കുന്നത്. ഇന്നങ്ങനല്ല, ഒരു ഫ്രണ്ട്ലി ആറ്റിറ്റ്യൂഡാണ്. കുട്ടികളും അതിനനുസരിച്ച് അവരുടെ നിലവാരം വന്നു. അപ്പം നമ്മളുടെ ഒരു സമീപനമൊക്കെ കണ്ടിട്ട് കുട്ടികൾ പറയട്ടെ എന്ത് വിളിക്കണമെന്ന്. എവിടെ അങ്ങനെ ഒരു പർട്ടിക്കുലറായിട്ട് അങ്ങനെ ഒരു സംഗതി വന്നിട്ടില്ല. ഇങ്ങനെയൊക്കെ നമ്മൾ പിന്നെ വിദ്യാഭ്യാസ അവകാശ നിയമമൊക്കെ ഉള്ളപ്പോഴും 1 കിലോമീറ്റർ ചുറ്റളവിൽ പിന്നെ ഒരു LP സ്കൂൾ ഉണ്ടാവണം എന്നുള്ളൊരു നിയമമാണ്. അതേമാതിരി 3 കിലോമീറ്റർ ചുറ്റളവിൽ UP സ്കൂൾ ഉണ്ടാവണം, 5 കിലോമീറ്റർ ചുറ്റളവിൽ ഹൈസ്കൂൾ ഉണ്ടാവണം. അതൊക്കെയാണ് വിദ്യാഭ്യാസ അവകാശ നിയമം. എന്നിട്ടിങ്ങനെ ഒറ്റപ്പെട്ട ചില സംഗതികൾ നിങ്ങൾ പറഞ്ഞതുപോലെ ഉണ്ട്. അത് ഏതായാലും ആദ്യം പരിഹരിക്കപ്പെടേണ്ട കാര്യങ്ങൾ അതൊക്കെ തന്നെയാണ്. അതൊരു പിന്നെ സ്റ്റേറ്റ് പിന്നെ സമൂഹത്തിന് ഉറപ്പ് കൊടുക്കേണ്ട കാര്യമാണിതൊക്കെ. അതുണ്ടോ? ഖാദർ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസ് മുഴുവൻ നടപ്പാക്കിയിട്ടില്ല. ചില കാര്യങ്ങളെ നടപ്പാക്കിയിട്ടുള്ളൂ. ഈ ഏകീകരണം സ്കൂളുകളിൽ, പിന്നെ പ്രിൻസിപ്പൾ, വൈസ് പ്രിൻസിപ്പൾ, ആ രീതിയിലൊക്കെ ഉള്ളൊരു മാറ്റങ്ങളൊക്കെയാണ് വന്നത്. അത് പരിശോധിച്ചിട്ട് ഇനി അതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യൂ. അതിലെ പൂർണ്ണമായും എല്ലാ നിർദ്ദേശങ്ങളും പ്രായോഗികമോ ഗുണപരമോ ആണ് എന്ന വിശ്വാസം ഞങ്ങൾക്കില്ല. അപ്പോൾ അത് കുറേ കാര്യങ്ങൾ ഗവൺമെൻറ് മാറ്റം വരുത്തിയിട്ടുണ്ട്. അത് വരുത്തിയ കാര്യങ്ങൾ റിവേർട്ട് ചെയ്യണോ വേണ്ടോ എന്നൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞില്ലേ, ഒരു ചർച്ചയ്ക്ക് ശേഷം നമുക്ക് പറയാൻ കഴിയും. എയ്ഡഡ് ഉൾപ്പെടെ അത് പരിശോധിക്കണം. അതിൻ്റെ സാമ്പത്തിക ബാധ്യത എത്ര വരും നോക്കണം. അങ്ങനെ നമുക്ക് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട്. ഇപ്പോൾ ഈ ശരിക്ക് പിന്നെ 12ാം ക്ലാസ് വരെയാണ് ഇന്ന് സ്കൂൾ വിദ്യാഭ്യാസം. അപ്പോൾ 10ാം ക്ലാസ്സിന് ശേഷം അത് നിഷേധിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ ഒരു തെറ്റാണ്. അപ്പോൾ ഇപ്പോൾ നമ്മളൊരു യൂണിറ്റായിട്ട് കാണുന്നത് ജില്ലയാണ്. ഇപ്പോൾ ഇവിടെ മലപ്പുറത്താണെങ്കിൽ നിലമ്പൂരിലൊരു കുട്ടിക്ക് ഈ ജില്ലയിൽ കിട്ടണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പൊന്നാനിയിൽ എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിലും ഈ ജില്ലയാണ്. അപ്പോൾ ആ രീതി മാറ്റി ഒരു വിദ്യാഭ്യാസ ജില്ലയിൽ എത്ര കുട്ടികൾ SSLC പാസ്സാവുന്നോ അത്രയും സീറ്റുകൾ ആ വിദ്യാഭ്യാസ ജില്ലയിൽ ഉണ്ടാകണം എന്ന തലത്തിലേക്ക് വരുന്നതാവണം നമ്മുടെ ഒരു ലക്ഷ്യം. അപ്പോൾ ആ രീതിയിൽ ക്രമീകരിച്ച് അങ്ങനെ സാധ്യമാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുക. ഈ ആശയം ഞാൻ ഇതിനകം തന്നെ ഇവരുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും നമ്മുടെ ഒരു ആശയം അതാണ്. ഒരു വിദ്യാഭ്യാസ ജില്ലയിൽ എത്ര കുട്ടികൾ ജയിക്കുന്നോ അവർ അവരേജ് ഉണ്ടാവില്ല, അവർക്ക് ആ വിദ്യാഭ്യാസ ജില്ലയിൽ തന്നെ ആവശ്യമായ സീറ്റ് ഉണ്ടാവും ഒരു DO തലത്തിൽ. ഇത്തരം നിർദ്ദേശങ്ങളൊക്കെ അടങ്ങിയ കാർത്തികേയൻ കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടായിരുന്നു വിദ്യാഭ്യാസം. പക്ഷെ അത് പിന്നീട് ഒരു തരത്തിൽ നടപ്പാക്കുന്ന സാധ്യത ഉണ്ടായിരുന്നില്ല. ഈ വിഷയം, അതുപോലെ തന്നെ മെറിറ്റായിട്ടുള്ള വിഷയം, അതുപോലെ ഈ ഓപ്പൺ മീഡിയ സിസ്റ്റത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ, ഇതിനൊക്കെയുള്ള പരിഹാരം ഉണ്ടായിരുന്നു. അതുപോലെ വിദ്യാർത്ഥികളുടെ ആനുപാതമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒക്കെ അതിന് പരിഹാരം നിർദ്ദേശിച്ചിരുന്നു. പക്ഷെ ആ കമ്മീഷൻ നടത്തിയ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് അതൊരു തരത്തിൽ നടപ്പിലായിട്ടില്ല. കാർത്തികേയൻ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പ്രധാനമായ ഫൈൻഡിങ്സ് ചില ജില്ലകളിൽ ഈ +1 സീറ്റുകളുടെ ഗുരുതരമായ കുറവുണ്ട് എന്ന് തന്നെയാണ്. പക്ഷെ അത് LDF ഗവൺമെൻറ് അതൊന്നും ചെയ്തില്ല എന്നുള്ളതാണ്. അതിനുവേണ്ടി
ഈ അഡീഷണൽ ബാച്ച് കൊടുത്തല്ലാതെ പുതിയ ബാച്ചുകളൊന്നും എവിടെയും കൊടുത്തില്ല. സർക്കാർ സ്കൂളുകളിൽ കൊടുക്കുമ്പോൾ ആക്ഷേപം ഉണ്ടാവില്ലല്ലോ, അതെങ്കിലും ആദ്യം കൊടുക്കണ്ടേ, അതും ചെയ്തില്ല. അതുൾപ്പെടെയുള്ള മുൻകാല റിപ്പോർട്ടുകളൊക്കെ നമുക്ക് പരിശോധിക്കാം. 70 ഉണ്ടാവില്ല, 30% വർധനവ് എന്ന് പറഞ്ഞാൽ 65. ഇല്ല, പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു പരിഹാരം എന്ന നിലക്കാണ് എല്ലാവരും അതിലേക്ക് പോകുന്നത്. കാരണം അതിന് വേറെ ഇൻഫ്രാസ്ട്രക്ചറൊന്നും വേണ്ടല്ലോ, 2 ബെഞ്ച് അധികം ഇട്ടാൽ മതിയല്ലോ. അപ്പോൾ അതിൽ നിങ്ങൾ ഈ പറഞ്ഞ പ്രശ്നമുണ്ട്. 65 കുട്ടികളെ ഒരു അധ്യാപകൻ മാനേജ് ചെയ്യുമ്പോൾ ഉണ്ടാകാവുന്ന പോരായ്മകളൊക്കെ അതിൽ വരും. ഏതായാലും 65-അപ്പുറം പോകാതെ നോക്കാം. ഇപ്പോൾ 65 ഉണ്ട്, അത് കുറച്ച് കൊണ്ടുവരണം. 50-ൽ തന്നെ നിർത്തണം. 50 തന്നെ കൂടുതലാണെന്നുള്ള അഭിപ്രായമാണ് വിദ്യാഭ്യാസ വിചക്ഷണരുടെ അഭിപ്രായം. ഒരു അധ്യാപകന് ഒരേ സമയം ഒരു ക്ലാസ് മാനേജ് ചെയ്യാൻ 40 കുട്ടികളെ, അതാണല്ലോ ഹൈസ്കൂളിലൊക്കെ 40:1 എന്ന 1:40 ഒക്കെ വരുന്നത്. 40 തന്നെ ആണ് അതിൻ്റെ ഒരു മാക്സിമം ലിമിറ്റ്. അപ്പോൾ ഹയർ സെക്കൻഡറിയിൽ അത് 50 ആയിരുന്നു. അതാണ് ഈ മാർജിനൽ ഇൻക്രീസ് വഴി 65-ൽ എത്തുന്നത്. ഗവൺമെൻറ് സ്കൂളോ? അല്ല, അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഓൺ ഫണ്ട് കൊണ്ട് കെട്ടിടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കും. അവിടെ ഒരു ഇഷ്യൂ ഉണ്ട്. ഈ പറഞ്ഞ നിങ്ങൾ അതിൻ്റെ മാനേജ്മെൻറ്റ് MSP ആയിരുന്നു, പോലീസായിരുന്നു. അത് പിന്നീട് ഇപ്പോൾ ഏറ്റെടുത്തപ്പോൾ ഉണ്ടായ ചില ഇഷ്യൂസ് ഉണ്ട്, അത് പരിഹരിക്കും. ഉണ്ട്, അത് ഒരു സെപ്പറേറ്റ് ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യം. തീർച്ചയായും ഇതിനു മുമ്പ് തന്നെ ഇടപെടലുകൾ നടന്നിട്ടുണ്ട്. ഹജ്ജ് വകുപ്പും ഇടപെട്ടിട്ടുണ്ട്, പാർട്ടികൾ ഇടപെട്ടിട്ടുണ്ട്, നമ്മുടെ MP-മാർ ഇടപെട്ടിട്ടുണ്ട്. ഏതായിരുന്നാലും അത് പിന്നെ നമ്മളും തുടരും. കാരണം ഈ ഏരിയയിൽ നിന്നാണല്ലോ കൂടുതൽ ആളുകൾ. അപ്പോൾ അതിന് ഇവിടെ അതിൻ്റെ എംബാർക്കേഷൻ പോയിൻറ്റും കൂടുതൽ സൗകര്യങ്ങളും ഉണ്ടാവേണ്ടതുണ്ട്. അത് തുടരും.